ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാനിലേക്ക് അടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പലപ്പോഴും നമുക്ക് തോന്നും നമ്മളും ഭഗവാനും തമ്മിൽ വലിയ അടുപ്പമാണ്, എൻ്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട്, എനിക്ക് ഭഗവാനെ നന്നായി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ പലർക്കും തോന്നും. അതനുസരിച്ചിട്ട് മനുഷ്യൻ എന്തു ചെയ്യും? ഞാൻ വലിയ ഭക്തനാണ്, ഭക്തയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അഹങ്കരിക്കുകയും ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ദോഷം വരുമ്പോൾ ഭഗവാനെ പഴിക്കുകയും ചെയ്യും. എന്നാൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ശരിക്കും ഇതിൽ നിന്നെല്ലാം മോചിക്കപ്പെട്ട് ഭഗവാനിലേക്ക് പ്രാപിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അത് ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ രാജവിദ്യ രാജഗുഹ യോഗയിലെ 28-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ശുഭാശുഭ ഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് നോക്കാം. ശുഭാശുഭ എന്ന് വെച്ചു കഴിഞ്ഞാൽ ശുഭ അശുഭ, ശുഭ അശുഭങ്ങൾ, ഫലൈർ ഫലങ്ങൾ, ഫ്രൂട്ട്സ്, ഏവം ഇപ്രകാരം, മോക്ഷ്യസേ സ്വതന്ത്രനാക്കപ്പെടുക, കർമ്മബന്ധനൈ കർമ്മബന്ധങ്ങൾ, സന്യാസയോഗ പരിത്യാഗം, യുക്താത്മാ ദൃഢചിത്തത, വിമുക്തോ മോചിപ്പിച്ച്, മാം എന്നിൽ, ഉപേക്ഷ്യസി എന്നെ പ്രാപിക്കും. ഇനി വാക്യാർത്ഥം നോക്കാം. ഇപ്രകാരമാകയാൽ ശുഭാശുഭ ഫലങ്ങളോടു കൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ സ്വതന്ത്രനായിത്തീരും. ദൃഢചിത്തനും പരിത്യാഗിയുമായ നീ മോചിപ്പിക്കപ്പെട്ട് എന്നെ പ്രാപിക്കും. ഇത് രാജവിദ്യ രാജഗുഹ യോഗയിലെ 28-ാമത്തെ ശ്ലോകമാണ്. 27-ാമത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹേ കൗന്ദേയ, എന്തു നീ ചെയ്യുന്നുവോ, എന്തു നീ ഭക്ഷിക്കുന്നുവോ, എന്തു നീ ഹോമിക്കുന്നുവോ, എന്ത് ദാനം നൽകുന്നുവോ, എന്ത് തപസ് അനുഷ്ഠിക്കുന്നുവോ അതെല്ലാം എനിക്കായിക്കൊണ്ട് ചെയ്യുക. പിന്നീട് വീണ്ടും ഭഗവാൻ 28-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുകയാണ്, ഇപ്രകാരമാകയാൽ ശുഭ അശുഭ ഫലങ്ങളോടുകൂടിയ കർമ്മബന്ധങ്ങളിൽ നിന്ന് നീ സ്വതന്ത്രനായിത്തീരും. ദൃഢചിത്തനും പരിത്യാഗിയുമായ നീ മോചിക്കപ്പെട്ട് എന്നെ പ്രാപിക്കും. ഇപ്രകാരം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി തീർത്താൽ പുണ്യ പാപ ഫലരൂപത്തിലുള്ള കർമ്മവാസനാ ബന്ധങ്ങളിൽ നിന്ന് നീ മുക്തനാകും. മുക്തനായിട്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? സന്യാസയോഗം കൈവന്ന് പരമാത്മാവായ എന്നെ പ്രാപിക്കും. ഇതാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് കർമ്മവാസന? പുണ്യപാപ ഫലങ്ങളിലുള്ള രാഗദ്വേഷങ്ങളാണ് കർമ്മവാസന. ഇവിടെ പുണ്യം സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ പാപം എന്താണ്? ഇരുമ്പു ചങ്ങലയാണ്. ഈ വ്യത്യാസമേ ഉള്ളൂ. രണ്ടും ചങ്ങല തന്നെ, ഒന്ന് സ്വർണവും ഒന്ന് ഇരുമ്പും. ഈ കർമ്മവാസനകൾ മാറിക്കിട്ടാൻ എന്താണ് മാർഗം? കർമ്മം എന്തായാലും കർത്തൃഭാവം വെടിഞ്ഞ് ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക. അതായത്
എന്ത് കർമ്മമാണെങ്കിലും ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കാതെ എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതിൻ്റെ ഫലം ചിലപ്പോൾ പുണ്യമാകാം ചിലപ്പോൾ പാപമാകാം എന്ന് ചിന്തിക്കാതെ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ അത് ഈശ്വരനുള്ള സമർപ്പണമാണ് എന്ന് കരുതി ചെയ്യുക. മഹാഭാരതത്തിൽ മാർക്കണ്ഡേയൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. കൗശികൻ എന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ മിഥിലയിൽ എത്തിച്ചേർന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മവ്യാധനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പതിവ്രത പറഞ്ഞതിനനുസരിച്ചിട്ട് ധർമ്മവ്യാധനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എന്താണ് ധർമ്മം, എന്താണ് കർമ്മം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നഗരത്തിലെത്തിയ കൗശികൻ ധർമ്മവ്യാധൻ്റെ താവളം അന്വേഷിച്ചു കണ്ടെത്തി. ഒരു കശാപ്പ് ശാലയായിരുന്നു അത്. ഇറച്ചി വെട്ടി വിൽക്കുന്ന വ്യാധനെ കണ്ട് കൗശികൻ അവജ്ഞയോടെ അകലെ മാറിയിരുന്നു. ഈ ബ്രാഹ്മണൻ തന്നെ കാണാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ വ്യാധൻ വേഗം ബ്രാഹ്മണൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തെ നമസ്കാരം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് കാണാൻ ആഗ്രഹിച്ച വ്യാധൻ ഞാൻ തന്നെയാണ്, അങ്ങേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് ഈ വ്യാധൻ വീണ്ടും ചോദിക്കുകയാണ്, പതിവ്രതയാണല്ലോ അങ്ങയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ കൗശികൻ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഈ ഇറച്ചിവെട്ടുകാരൻ എങ്ങനെയാണ്, എന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതെന്ന് മനസ്സിലാക്കിയത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം വ്യാധൻ പറയുകയാണ്, അങ്ങ് വിശ്രമിക്കൂ, ഞാൻ എൻ്റെ ജോലി തീർത്തിട്ട് ഇപ്പം വരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ കൗശികൻ എന്ന ബ്രാഹ്മണൻ കാത്തിരിക്കുന്നു. ഇദ്ദേഹം തൻ്റെ ജോലിയൊക്കെ തീർക്കുന്നു, ഇറച്ചിവെട്ടാണ്, അതൊക്കെ തീർക്കുന്നു. അതിനുശേഷം കൗശികനെയും കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് നടക്കുന്നു. അങ്ങനെ ഇരുവരും നടക്കുകയാണ്. ബ്രാഹ്മണൻ മുമ്പിലും വ്യാധൻ പിറകിലുമായിട്ടാണ് നടക്കുന്നത്. വീട്ടിലെത്തിയിട്ട് വ്യാധൻ ബ്രാഹ്മണൻ്റെ പാദങ്ങളൊക്കെ കഴുകി ഇരിപ്പിടമൊക്കെ നൽകി. അതിനുശേഷം ബ്രാഹ്മണൻ ചോദിക്കുകയാണ്, ഹേ വ്യാധ, മാംസവ്യാപാരം നിങ്ങൾക്ക് യുക്തമല്ല. നിങ്ങളുടെ ഈ ക്രൂരപ്രവൃത്തി കണ്ടിട്ട് എനിക്ക് വളരെയധികം പ്രയാസം തോന്നുന്നു. ഉടനെ വ്യാധൻ പറയുകയാണ്, ബ്രാഹ്മണ, ഈ തൊഴിൽ എൻ്റെ ഇഷ്ടത്തിന് സ്വീകരിച്ചതല്ല. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽക്കേയുള്ള കുലത്തൊഴിലാണിത്. ധർമ്മവിരോധിയായ ഒരു പ്രവൃത്തിയും ഞാൻ സ്വയം ചെയ്യാറില്ല. ശ്രദ്ധയോടുകൂടി എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ ഞാൻ ശുശ്രൂഷിക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ആരെയും നിന്ദിക്കാറില്ല. യഥാശക്തി ദാനം ചെയ്യുന്നു. ദേവന്മാർ, അതിഥികൾ, ആശ്രിതർ എന്നിവരെയെല്ലാം ഊട്ടിയതിനു ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ഞാൻ വെട്ടിവെക്കുന്ന മാംസം ഞാൻ ഭക്ഷിക്കാറില്ല. ജനക മഹാരാജാവിൻ്റെ ഈ രാജ്യത്തിൽ ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ആരുമില്ല. എല്ലാവരും അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കുന്നു. അധാർമികമായി പ്രവർത്തിക്കുന്ന സ്വന്തം പുത്രന് പോലും ജനക മഹാരാജാവ് കഠിനമായ ശിക്ഷയാണ് നൽകുന്നത്. ഇങ്ങനെയൊക്കെ വ്യാധൻ ഈ ബ്രാഹ്മണന് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ നേരിട്ട് ഒരു ജീവിയെയും ഹിംസിക്കുന്നില്ല. മറ്റു വല്ലവരും കൊന്ന പന്നിയുടെയോ പോത്തിൻ്റെയോ മാംസം ഞാൻ വെട്ടി വിൽക്കുന്നു. ഋതുകാലം കഴിഞ്ഞാലേ ഞാൻ സ്ത്രീയുമായി ബന്ധം പുലർത്തുന്നുള്ളൂ. പകൽ ഉപവസിക്കുന്നു ഞാൻ, രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നു. ചിലർ എന്നെ പുകഴ്ത്തുന്നു, ചിലർ എന്നെ പഴിക്കുന്നു. പക്ഷേ ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു. എതിർപ്പുകൾ സഹിക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക, സകല ജീവികളെയും യഥായോഗ്യം ആദരിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് വ്യാധൻ ബ്രാഹ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ശരിയായ അർത്ഥം എന്താണെന്ന് ഈ ബ്രാഹ്മണൻ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ കഥ പറഞ്ഞിട്ടുണ്ട്. ഭാഗവതം നമ്മൾ തുടർന്ന് പറയുമ്പോൾ അതിനകത്ത് വീണ്ടും ഈ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് ഒന്നും കൂടെ പഠിക്കാം.
അതുതന്നെയാണ് ഭഗവാൻ വീണ്ടും നമ്മളോട് പറയുന്നത്. നീ എന്ത് പ്രവൃത്തി ചെയ്താലും അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതായി കരുതി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വധർമ്മത്തിന് വിരുദ്ധമായ ഒരു കാര്യവും നമ്മൾ ചെയ്യുകയില്ല. കാരണം ഇതെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്ന് തോന്നിയാൽ എന്തു ചെയ്യും? നന്നായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. നമ്മളിപ്പോൾ അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്നു, ഭഗവാന് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നന്നായി ചെയ്യും. നമ്മുടെ വീടും പരിസരവും ഒക്കെ അടിച്ച് വൃത്തിയാക്കി ഇടുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ഭഗവാൻ നമ്മുടെ വീട്ടിലേക്ക് വരും, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭഗവാനുണ്ട്, അപ്പോൾ ഭഗവാൻ ഇരിക്കുന്നിടമെല്ലാം വൃത്തിയായിട്ടിടണം എന്ന് കരുതിയാൽ നന്നായി നമ്മൾ തൂക്കും. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, എൻ്റെ മുമ്പിലിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് നമ്മൾ കരുതിയാൽ നമ്മൾ നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാന് വേണ്ടിയാണ് എന്ന് വിശ്വസിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവൻ ഈശ്വരനെ പ്രാപിക്കുമെന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് ഈ 2 വാക്യങ്ങളുടെയും അർത്ഥം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അതുപോലെ ചെയ്യുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.